കേരളം ഇന്ന് തകർന്നടിഞ്ഞ ഒരു കേരളമാണിത്. ഉൽപാദന മേഖലകൾ മുഴുവൻ തകർന്നു, വരുമാനമില്ലാതായി, ധൂർത്തും അതുപോലെ മന്ത്രിമാരുടെ അഴിമതിയും ഇതെല്ലാം കൊണ്ട് ഇന്നിപ്പോ പെൻഷൻ കിട്ടാൻ 5 മാസത്തെ പെൻഷൻ കിട്ടാത്തതിന് മറിയക്കുട്ടി എന്ന് പറയുന്ന ഒരു വൃദ്ധയായ അമ്മ നൽകിയ കേസിന്റെ കഥകളൊക്കെ നമ്മൾ കേട്ടതാണ്. ആ അമ്മ മാത്രമല്ല, ലക്ഷക്കണക്കിന് ആളുകൾക്ക് 5 ഗഡുക്കളാണ് ക്ഷേമ പെൻഷൻ കൊടുക്കാനുള്ളത്. ആ ക്ഷേമ പെൻഷൻ കൊടുക്കാൻ കഴിയുന്നില്ല. അതുപോലെ വികസന പ്രവർത്തനങ്ങൾ മുഴുവൻ മുരടിച്ചു. പഞ്ചായത്തുകളിൽ പോലും ഒന്നും നടക്കുന്നില്ല. പഞ്ചായത്തുകളിലെ ഈ പറയുന്ന ബഡ്ജറ്റ് അലോക്കേഷൻ വെട്ടിക്കുറച്ചു. എന്നിട്ട് പറയുക തനത് ഫണ്ടിൽ നിന്ന് പഞ്ചായത്തുകൾ മുഖ്യമന്ത്രിയുടെ യാത്രയ്ക്ക് പണം കൊടുക്കണം. ഈ യാത്ര 2 തരത്തിലാണ് ഞാൻ കാണുന്നത്. ഒന്ന്, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് കൃത്യമായി പറഞ്ഞാൽ ഒരു ഏരിയ സമ്മേളനമാണ് ഇവിടെ നടന്നിട്ടുള്ളത്, അല്ലാതെ വികസന യാത്രയൊന്നുമില്ല. CPM-ന്റെ ഏരിയ അടിസ്ഥാനത്തിൽ, അതിന് നിയോജകമണ്ഡലം എന്ന പേരിട്ടാൽ അങ്ങനെ, അടിസ്ഥാനത്തിൽ പാർട്ടി പ്രവർത്തകരെ ഒരുമിച്ചിരുത്തി സർവ്വസന്നാഹങ്ങളും ഉപയോഗിച്ച് കളക്ടർമാര്, തഹസിൽദാർമാര്, താലൂക്ക് സപ്ലൈ ഓഫീസർമാര്, കൃഷി ഓഫീസർമാര് എന്ന് വേണ്ട PWD ഉദ്യോഗസ്ഥരെ, ഇങ്ങനെ മുഴുവൻ ആളുകളെ ഉപയോഗിച്ചുള്ള ഒരു പണപ്പിരിവിന്റെ മാമാങ്കമാണ് ഇവിടെ നടക്കുന്നത്. ഈ മാമാങ്കത്തിനിടയിൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ സംഘർഷഭരിതമായ ഒരു സാഹചര്യത്തിൽ ഇവിടുത്തെ ട്രഷറി പൂട്ടാൻ പോകുന്ന കാര്യം നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കേണ്ടി വരുന്ന സാഹചര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല. മാർച്ച് 31-ന് മുമ്പ് ഇവിടെ എന്തൊക്കെ സംഭവിക്കുന്നുള്ള സാമ്പത്തികമായ ക്രമീകരണം നടത്താൻ കഴിയാത്ത പിടിപ്പുകെട്ട ഒരു മന്ത്രിസഭയെക്കുറിച്ച് ഇവിടെ ചർച്ച ചെയ്യുന്നില്ല. ശബരിമല വിഷയങ്ങളിൽ ചർച്ച ചെയ്യുന്നില്ല. സമ്പൂർണമായ അരാജകത്വം ഇവിടെ അഴിച്ചു വിട്ടുകൊണ്ട് മറ്റു വിഷയങ്ങളിൽ നിന്നും ശ്രദ്ധ മാറ്റുന്നതിൽ മുഖ്യമന്ത്രി വിജയിച്ചു എന്ന് പറഞ്ഞാൽ അത് അതിശയോക്തിപരമല്ല. മറ്റൊന്ന്, ഇവിടെ സൂചിപ്പിച്ചതുപോലെ 2 തന്ത്രമാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഒന്ന്, അത്തരമൊരു തന്ത്രം. 2, ഈ പറയുന്ന പാരിതോഷികങ്ങൾ മുഴുവൻ നേരത്തെ ഇവിടെ ബഹുമാനപ്പെട്ട SP-യോ അതുപോലെ മറ്റുള്ള ആളുകൾ സൂചിപ്പിച്ചതുപോലെ അസ്വസ്ഥരായ പോലീസ് സേനാംഗം. കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ 200-ലധികം പോലീസുകാരാണ് ആത്മഹത്യ ചെയ്തത് കേരളത്തിൽ. അതുപോലെ ഈ പറയുന്ന കേരളം വിടാൻ എത്ര IAS IPS പോയിക്കൊണ്ടിരിക്കുക. കേരളത്തിൽ പണിയെടുക്കാൻ കഴിയുന്നില്ല. ആത്മാഭിമാനമുള്ള ഒരു ഉദ്യോഗസ്ഥനും ഇവിടെ പണിയെടുക്കാൻ കഴിയുന്നില്ല. എല്ലാവരുടെയും ആത്മാഭിമാനം തകർക്കുന്നു. ജോലി ചെയ്യാൻ കഴിയുന്നില്ല. നിർവീര്യമാക്കപ്പെട്ട ഒരു പോലീസ്. അത് പോലീസ് മാത്രമല്ല, ഉദ്യോഗസ്ഥ തലങ്ങളിലുള്ള മുഴുവൻ പിടിച്ചടക്കി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ജയിക്കുമെന്നുള്ള ഒരു ധാരണയൊക്കെ അത് കൈവച്ചാൽ മതി എന്നാണ് എനിക്ക് മുഖ്യമന്ത്രിയോട് പറയാറുള്ളത്. അതുകൊണ്ട് വിഷയങ്ങൾ മാറ്റി രക്ഷപ്പെടാമെന്ന് മുഖ്യമന്ത്രി വിചാരിച്ചാലും അതിന് മണിക്കൂറുകളുടെ ദൈർഘ്യം മാത്രമേ ഉണ്ടാവുള്ളൂ. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മറ്റൊരു വശം കൂടിയുണ്ട്. നേരത്തെ ഞാൻ ശ്രീ ശരാവതി വേണോട് ചോദിച്ചാൽ മറ്റൊരു വശം കൂടി ഇതിനുണ്ട്. കോൺഗ്രസിന്റെ സമരം അതിലൊരു ഇരട്ടത്താപ്പ് ഒരു രാഷ്ട്രീയ ആരോപണമായി ഉയരുന്നുണ്ട്. കാരണം എത്രത്തോളം കേരളത്തിലെ CPM-നെതിരെയാണ് സമരം ചെയ്യുന്നത് പറഞ്ഞാലും, ഈ നേരത്തെ സുരേഷ് ബാബു സൂചിപ്പിച്ച പോലെ ഈ ഇപ്പോൾ നടക്കുന്ന പ്രതിഷേധങ്ങളുടെ ഒക്കെ ഒരു പരിണിത ഫലം അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ റിസൾട്ട് അറിയുന്നത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് തന്നെയാണ്. എന്തായാലും ഇനിയിപ്പോൾ നേരിടാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് അത് തന്നെയാണ്. അവിടെ ആര് ജയിച്ചാലും കേരളത്തിൽ നിന്ന് LDF-നും UDF-നും എത്ര MP-മാരെ ലഭിച്ചാലും അവരൊക്കെ അങ്ങ് ഡൽഹിയിലെത്തിയാൽ ഒരുമിച്ച് ഒരേ ആൾക്ക് പിന്തുണ നൽകി ആ ഭരണം പങ്കിടേണ്ട ആളുകളാണ്. അപ്പോൾ ആർക്കെതിരെയാണ് ഈ പ്രതിഷേധം ഇവിടെ നടക്കുന്നത്? ഡൽഹിയിലെത്തണ്ട, കേരളത്തിന്റെ അതിർത്തി അങ്ങോട്ട് കിടന്ന് ആര്യങ്കാവിലോ വാളയാറോ കഴിഞ്ഞ ഇവരൊന്നാണ്. അത് വേറെ കാര്യം. കഴിഞ്ഞ ദിവസം നമ്മുടെ രാഹുൽ ഗാന്ധിയും യെച്ചൂരിയും അടുത്തടുത്ത സീറ്റുകളിൽ ഇരുന്നാണല്ലോ ഇന്ത്യ മുന്നണിയെ കുറിച്ച് ചർച്ച ചെയ്തത്. കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരെ ആക്രമിക്കുന്നത് അവസാനിപ്പിക്കണം എന്ന് യെച്ചൂരിയോട് പറയാനുള്ള ധൈര്യം എന്തേ രാഹുൽ ഗാന്ധിക്ക് ചോർന്നു പോയി? ഒറ്റ പറഞ്ഞ കാര്യങ്ങൾ ആവശ്യപ്പെടുക. കോൺഗ്രസിന്റെ പ്രവർത്തകർ ഇവിടെ അടിച്ചമർത്തപ്പെടുന്നു, നിങ്ങളിത് അവസാനിപ്പിക്കണം എന്ന് പറയാനുള്ള ചങ്കൂറ്റം എന്തുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് ഉണ്ടായില്ല? അവരൊന്നാണ്, ഒറ്റക്കെട്ടാണ്, അതിനകത്ത് ആരും തർക്കമില്ല. ആ ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികളാണ് 2 പേരും. അതുകൊണ്ട് അതിന്റെ രാഷ്ട്രീയം, ഡൽഹി രാഷ്ട്രീയത്തിൽ തീർച്ചയായിട്ടും ഇവരിനി ആരും ഇവിടുന്ന് കോൺഗ്രസ് ജയിച്ചാലും CPM ജയിച്ചാലും ഒരേ എഫക്റ്റ് ആണുള്ളത്. അതുകൊണ്ട് അവർ ഒറ്റക്കെട്ടാണ്, ഇരട്ടപ്പെട്ട സഹോദരന്മാരാണെന്നുള്ള തർക്കമൊന്നുമില്ല.